ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 22 സംഗ്രഹം. അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണൻ്റെ ജീവചരിത്രം ഇതിൽ വിവരിക്കുന്നു. ധാർമ്മികനായ ഗൃഹസ്ഥനായ അജാമിളൻ എന്ന ബ്രാഹ്മണൻ ദർഭ, ചമത എന്നിവ സ്വരൂപിക്കാനായി വനത്തിലേക്ക് പോയപ്പോൾ മതം കൊണ്ട് മതിമറന്ന ഒരു കുലടയെ കാണുകയുണ്ടായി. ദാസിയാൽ വശംവദനായി സ്വധർമ്മം കൈവിട്ട് അവളോടുകൂടി രമിച്ച് ഉല്ലസിച്ചു. വാർദ്ധക്യ സമയത്ത് മരിക്കാറായപ്പോൾ കാലദൂതന്മാരെ കണ്ട് പേടിച്ച് നാരായണനെന്നു പേരുള്ള തൻ്റെ മകനെ പേരെടുത്ത് പലവട്ടം വിളിച്ചു. നാരായണ നാരായണ എന്ന് വിളിച്ചു. ദുർബുദ്ധിയാണെങ്കിലും വായിൽ നിന്നും പുറപ്പെട്ട നാരായണനെന്ന തിരുനാമം കൊണ്ടുള്ള മാഹാത്മ്യം കൊണ്ട് നാരായണൻ്റെ ദൂതന്മാർ പെട്ടെന്ന് അജാമിളൻ്റെ രക്ഷയ്ക്കെത്തി. ഓടി വന്നു. അജാമിളനെ കെട്ടിയിട്ട കയറഴിക്കാൻ ഇവർ കാലദൂതന്മാരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ ചെയ്ത പാപകർമ്മങ്ങളെപ്പറ്റി യമദൂതന്മാർ എണ്ണി എണ്ണി പറഞ്ഞു. എന്നാൽ നാരായണൻ്റെ ദൂതന്മാർ ചോദിച്ചു, പ്രായശ്ചിത്തം ചെയ്താൽ ശിക്ഷയുണ്ടോ? ഭഗവത്സേവ കാരണം പാപങ്ങളെയും പാപവാസനകളെയും ഇവൻ മരണസമയത്ത് നാരായണ ജപത്താൽ 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കും കൂടി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. അത്ര എഫക്റ്റാണ് നാരായണ എന്നുള്ള മരണസമയത്ത് ജപിച്ചാൽ. ഇവൻ ഭയപരവശനായി ഹരിനാമകീർത്തനം ചെയ്തു. ഓർക്കാപ്പുറത്ത് ഹരിനാമകീർത്തനം ചെയ്തതിനാൽ പാപസമൂഹത്തെ ദഹിപ്പിച്ചിരിക്കുന്ന എല്ലാ പാപങ്ങളും മാറിപ്പോയി. നാമോച്ചാരണത്തിൻ്റെ മഹത്വം അപ്രകാരമാണ്. ഇങ്ങനെ മനസ്സിലാക്കിയ യമദൂതന്മാർ ഒഴിഞ്ഞുപോയി. അജാമിളൻ കുറച്ചു കാലം ഭഗവത് ഭജന ആചരിച്ചതിനാൽ ഭഗവാന്റെ ഭടന്മാർ അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ഭഗവത് ഭക്തന്മാരുടെ അടുത്ത് കാലകിങ്കരന്മാർ പോകരുതെന്ന് താക്കീതും കൊടുത്തു. യമദൂതന്മാർക്ക് താക്കീത് കൊടുത്തു. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. ഇതാണ് അജാമിള മോക്ഷം.